ഹലോ ഗൈസ്, പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായോ? ഞാനിതെങ്ങനെ എൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നത് കുറച്ച് നേരം സംസാരിക്കാനാണ്. വർക്കൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച വന്നിരിക്കുകയാണ്. എന്താണ് അവസ്ഥ? എല്ലാവർക്കും സുഖമാണോ? ഫുഡൊക്കെ കഴിക്കുന്നില്ലേ? ഹെൽത്തൊക്കെ ഓക്കെ ആണോ? ഞാനിവിടെ നല്ല അടിപൊളിയായിരിക്കുന്നു. വർക്കും വീടും ഒക്കെ ആയി പോന്നു. പിന്നെ എന്താണ്, യോലോ വീഡിയോസൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെന്താ, കമൻറ്റുകളൊക്കെ പറയണം. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. നല്ല ലൈനനുസരിച്ച് എനിക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കുറച്ച് കാര്യങ്ങൾ എനിക്ക് കോമൺ ആയിട്ട് പറയണമെന്ന് തോന്നി. കാരണം എനിക്കറിയുന്ന കുറച്ച് പേര് എന്നോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കുറച്ച് ആൾക്കാരുടെ മൈൻഡിൽ ഇതുണ്ടെങ്കിൽ നമുക്കതങ്ങ് സംസാരിച്ച് തീർത്തേക്കാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലല്ല. എനിക്കിതിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള ചാനലായിരുന്നു. പിന്നെ അത് ഞാനൊരു കൊറോണ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് യൂട്യൂബിൽ പുറകെ നടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചവിട്ടി. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ ഒരു ഏകദേശം ഒരു ഡെയിലി റൂട്ടീൻ നോക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 7:45 വീട്ടിൽ നിന്ന് പോയി 6:15 തിരിച്ചെത്തുന്ന ഒരാളാണ്. മൺഡേ ടു സാറ്റർഡേ വരെ എനിക്ക് വർക്കാണ്. എനിക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. കാരണം ഞാനൊരു ഹോസ്പിറ്റൽ, ഡി അഡിക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ജോബുണ്ട്. സൺഡേസ് മാത്രമേ എനിക്ക് ലീവ് കിട്ടൂ. ഈ ലീവിൻ്റെ ഇടയിൽ നിന്ന് ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ് എടുക്കുക, വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ അത്രത്തോളം എഫോർട്ട് ഇതിന് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അത്രത്തോളം എഫോർട്ട് എടുക്കുന്നത് എനിക്ക് അത്രത്തോളം സന്തോഷം ഉള്ളത് കൊണ്ടും ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ ക്രേസ് ഇല്ലെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് ഇത് എന്ത് ചെയ്യും, നിർത്തിപ്പോവും. ഞാൻ പിന്നെ ആരെയും കണ്ടിട്ടൊന്നും തുടങ്ങിയിട്ടുള്ളൊരു സാധനമല്ല. എനിക്കിഷ്ടമാണ്, ഞാൻ നോക്കി, ഞാൻ തുടങ്ങി, ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്നു, ഞാൻ അങ്ങനെ പോകും. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇന്ന കണ്ടൻറ് ഇടണം എന്നൊരു ഫോക്കസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണോ ഇടാം. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഞാൻ ബ്യൂട്ടി ടിപ്സ് ഇട്ട് പോകുമായിരുന്നു. പിന്നെ ഞാൻ ചില വ്ളോഗുകളിലോട്ട് ഇറക്കി. പിന്നെ വ്ളോഗ് ഇറക്കുമ്പോൾ കുറേ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസിലോട്ട് പോയി. അങ്ങനെ എൻ്റെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പേസ്. എനിക്ക് എന്തൊക്കെ കണ്ടൻറ്റുകളാണോ നിങ്ങളെ കാണിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വാസമുള്ളത്, അങ്ങനത്തെ കണ്ടൻറ്റ്സ് ഒക്കെ ഇടാനുള്ള ഒരു സ്പേസ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ ബേസിക്കലി ഒരു സോഷ്യൽ വർക്കറാണ്. ഞാൻ ഡിഗ്രിയും സോഷ്യൽ വർക്കാണ്, PGയും സോഷ്യൽ വർക്കാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കറും കൗൺസിലറും ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നു, കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും. ഇനി ഈ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നിൽക്കണം എന്നൊന്നുമില്ല. ഒരു ജനറൽ പബ്ലിക് എന്ന നിലയിൽ എല്ലാ മനുഷ്യരും കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ജോബിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കർ ആവുമ്പം നമുക്ക് ഈ കമ്മിറ്റ്മെൻ്റ് ലെവൽ ഒരു പൊടിക്ക് കൂടും. ഈ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും കേൾക്കുമ്പം നമുക്ക് നമ്മളതായ രീതിയിലുള്ള ഒരു പോയിന്റ് സംസാരിക്കണം എന്ന് തോന്നും. അപ്പം എനിക്കാണെങ്കിൽ പൊതുവേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര മിതമായിട്ടാണ് സംസാരിക്കുക. ഞാൻ രണ്ടുപേരെയും കുത്തി പറയുന്നത് പോലെയല്ല. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എനിക്ക് എന്താ സംസാരിക്കാൻ തോന്നുന്നത് അതാണ് ഞാൻ സംസാരിക്കൽ. ആ വീഡിയോസിന് അത്യാവശ്യം ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് കാണലുണ്ട്. എൻ്റെ കുറേ സോഷ്യൽ വർക്ക് ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഇറ്റ് വാസ് വെരി ഗുഡ്. കാരണം ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നീ ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിനും കൂടെ യൂസ് ചെയ്യുന്നത് പോസിറ്റീവാണ് എന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം ഞാനിതിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഇമോഷൻ ഇല്ല. ആ ഇമോഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനലിലോട്ട് വരുമ്പം വ്ളോഗ് ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, എന്നാൽ എൻ്റെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ പറയും ഡെയിലി നിൻ്റെ വ്ളോഗാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയും. ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ വളരെ ക്ലോസസ്റ്റ് ഫാമിലി, നാട്ടിലൊന്നും ഇല്ലാത്ത ക്ലോസസ്റ്റ് ഫാമിലി പറയും. അന്നേരം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ സോഷ്യലി ആക്റ്റീവായി നിൽക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറയും, എടാ ഈ ടോപ്പിക്ക് നീ പ്രസൻറ്റ് ചെയ്തത് നന്നായി, എടാ ഈ പോയിന്റ് റെഡിയായി എന്ന് പറയും. അപ്പം ഐ ജസ്റ്റ് വോണ്ട് ടു സേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഓൺലി ലിവ് വൺസ് എന്ന് പറയുന്ന ഈ ഒരു പേജ് ഇത് എൻ്റെ ഒരു സ്പേസാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹാപ്പിനെസ്, എൻ്റെ ഒരു പോസിറ്റിവിറ്റി എല്ലാമുള്ള സ്പേസ്. അവിടെ ഞാൻ എന്നെ കാണിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലീനെ കാണിക്കുന്നുണ്ട്, എൻ്റെ ജോബ് കാണിക്കുന്നുണ്ട്, എൻ്റെ ടൗണ് കാണിക്കുന്നുണ്ട്, എൻ്റെ മേക്കപ്സ് കാണിക്കുന്നുണ്ട്, എൻ്റെ ടിപ്സ് ഉണ്ട്, എൻ്റെ ട്രിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒപ്പീനിയനും എൻ്റെ സജഷൻസും ഷെയർ അപ്പ് ചെയ്യുന്നുണ്ട്.
ഇത് ഷെയർ ചെയ്യുന്നതിൽ കൂടെ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് എൻ്റെ ചാനൽ കാണുന്ന ഒരാൾക്കെങ്കിലും എൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് അവരുടെ മൈൻഡിൽ കിട്ടുകയാണെങ്കിൽ ആണ് എൻ്റെ പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി എനിക്കൊരു കൗൺസിലിംഗ് കേസ് ഉണ്ടായിരുന്നു. കേസ് ഒരു ചെറിയ കുട്ടിയുടെയാണ്. എക്സാമിന് പഠിക്കാൻ ഭയങ്കര പേടിയാണ് അവന് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മ കൊണ്ടുവന്നതാണ്. അവനിപ്പോൾ 10th എക്സാമോ +1 +2 എക്സാം +1 എക്സാം നടക്കുകയാണ്. സയൻസാണ് കുട്ടി. അപ്പം ഞാൻ ആളെടുത്ത് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം അവനും അവൻ്റെ അമ്മയും കൂടെ എന്നെ കണക്ട് ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം അവൻ നന്നായി പഠിക്കുന്നുണ്ട്, അവൻ ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും വലുത് ലൈഫിൽ വേറൊന്നും കിട്ടാനില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അങ്ങനത്തെ ഒരു ബേസിസിലാണ് ഞാൻ പല ടോപ്പിക്കുകളും സംസാരിക്കുന്നത്. എൻ്റെ വ്ലോഗ് കണ്ടൻസും എൻ്റെ എല്ലാ കണ്ടൻറ്റുകളും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. പിന്നെ കൂടുതലും ഗാർഡൻ റിലേറ്റഡ് വ്ളോഗ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ സാഹചര്യ സമ്മർദ്ദം മൂലം എനിക്കിത് ഭയങ്കര പാടാണ്. കാരണം ഗാർഡൻ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ രാവിലെ ഞാനിവിടെ ഉണ്ടാവണം. തിങ്കൾ തൊട്ടിട്ട് ശനി വരെ പോയി ഞായറാഴ്ച ഒറ്റൊരു ദിവസമാണ് എനിക്കിതിന് പറ്റലുള്ളൂ. പക്ഷേ പറ്റുന്നതിൽ മാക്സിമം കണ്ടൻസ് ഞാൻ എടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കലുണ്ട്. പിന്നെ ചില ആൾക്കാർ ചില ടോപ്പിക്കുകൾ എന്നോട് ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹിമയൊക്കെ എൻ്റെ അടുത്ത് ചില ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ എന്നാലും ചില ടോപ്പിക്കുകൾ ഞാൻ പോലും അറിയാണ്ട് ഞാൻ സംസാരിച്ചു പോകും. അയ്യോ ഇതൊന്ന് പറയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് തോന്നുന്ന ചില സെലക്റ്റീവ് ടോപ്പിക്സാണ് ഞാൻ വന്ന് സംസാരിക്കൽ. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിഷേധമായി കാണരുത്. അപ്പം ഇതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ സംസാരിക്കുന്നത് എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താ, ലോകത്തിൻ്റെയൊക്കെ പോക്ക് വളരെ ദയനീയമാണല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ ദിവസം ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എന്ത് ചെയ്യണമെന്ന കാര്യവും എനിക്കറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയും അടിപൊളിയായി പോകട്ടെ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. And don't forget to subscribe. Bye bye.